കുറച്ച് നാളെങ്കിലേ ഭയം വിട്ട് പോച്ചാ. സുഖമല്ല എല്ലാവർക്കും. കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതിരടി കാണാൻ ഉദ്ദേശിച്ച് സൂര്യണ്ണൻ്റെ ശരവടി കണ്ടു. സാധാരണ ഈ അടുത്ത് വരുന്ന സൂര്യ സിനിമയിലൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടാവും. ഇപ്പോൾ റെട്രോയിലാണെങ്കിൽ ചിരി വരാത്ത നായകൻ, 24-ൽ ടൈം ട്രാവൽ ചെയ്യുന്ന നായകൻ, ഏഴാം അറിവിൽ ബോധിധർമ്മൻ, അങ്ങനെ പല പല വ്യത്യസ്തത ഉള്ള കഥാപാത്രങ്ങളാണ് ഈ അടുത്തായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. അതേപോലെ ഒരു വ്യത്യസ്തത ഈ സിനിമയിലുണ്ട്. ഇതിലാളൊരു ഗോഡ, ദൈവമാണ്. ഇത് സ്പോയിലറല്ല, ഇതറിയണം. ഈ ഒരു സെൻസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടൂ. ഡയറക്ടർ RJ ബാലാജി എന്ത് രസമായിട്ട് അറിയാം പുള്ളി ഇതിൽ ഓരോ സീൻസും ക്രാഫ്റ്റ് ചെയ്തെടുത്ത്. ഫസ്റ്റ് ഒരു ഇൻ്റർവെൽ സമയമാകുമ്പോഴൊക്കെ ലൈക്ക് ഈ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സൂര്യ എല്ലാം ഒരു ദൈവമാണ്, പക്ഷേ സൂര്യക്ക് പവറൊന്നും ഉപയോഗിക്കാതെ ഒരു കാര്യം ചെയ്യണം. ആ സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസൊക്കെ, അതായത് അതുവരെ ഇന്ദ്രൻ ചേട്ടൻ്റെ ഗംഭീര പ്രകടനം, ആ പ്രകടനം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ തോന്നിയത്. സത്യം പറയാലോ, സൂര്യ ഒരു വക്കീലിൻ്റെ ഇതിൽ വരുന്നവരെ ഇവരെ പ്രകടനം കൊണ്ട് മാത്രം കണ്ടിരിക്കാൻ തോന്നിയ ഒരു സിനിമയാണ്. അല്ലാണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു എലമെൻറ്റും തോന്നിയിരുന്നില്ല. സൂര്യൻ്റെ വരവാണെങ്കിലും എനിക്ക് ഒരു ഗംഭീരമായിട്ട് ഫീൽ ചെയ്തില്ല. ലൈക്ക് അവിടെ ബീജം പ്ലേസ്മെൻറ്റ്, സാഹിബ് ബാങ്കർ അടിപൊളി ബീജമാണല്ലോ ചെയ്ത് വെച്ചുള്ളത്. പക്ഷേ ആ സ്ഥലത്ത് മാത്രം എന്താ പറയുക, വേറെ ഇൻ്റർവെലിനൊക്കെ വരുന്ന പാട്ടുണ്ട്, അത് തന്നെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു ഇൻട്രോ. ഇത് ക്ലാസ് ബീജമാണ് വെച്ചത്, അതൊരു ഫയറായിട്ട് ഫീൽ ചെയ്തില്ല. സോ അങ്ങനെ പല പല സ്ഥലത്തും ഡൗൺ ആയിക്കൊണ്ടിരുന്ന പടം ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയം കൊണ്ട് മാത്രം നമ്മൾ ഗംഭീര അഭിനയമായിരുന്നു. അതായത് ഒരു ഇമോഷൻ സീനിൽ എനിക്ക് ജീപ്പ് ചെയ്യാൻ അറിയില്ല സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക, ഇതെന്താ ഇങ്ങനെയെന്നല്ലേ തോന്നുക. ഇതിൽ അദ്ദേഹം ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് അമ്മാതിരി സങ്കടം തോന്നുക. അത്രയും കണക്റ്റാവും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കാരണം. പിന്നെ അനഘ രവിയാണ് അദ്ദേഹത്തിൻ്റെ മകളായിട്ട്, അതായത് ആലപ്പുഴ ജിംഖാനയിൽ നസ്രിൻ്റെ ആലപ്പുഴ ജിംഖാനയിൽ മറ്റേ നടാശയായിട്ട് അഭിനയിച്ച നല്ല അഭിനയമായിരുന്നു. ഇവർ രണ്ടുപേരും പെർഫോമൻസാണ് ഫസ്റ്റ് ഹാഫ് കുറേ കൊണ്ടുപോയത്. അങ്ങനെ ഈ ടെൻഷൻ ബിൽഡിങ് സീൻ വരുന്നു, സൂര്യ അങ്ങനെ ആ ഒരു ഇതിലോട്ട് വരുന്നു. അതിന് ശേഷം സിനിമ വേറെ ലെവലായിരുന്നു. അതുവരെ ഓക്കെ പറഞ്ഞ സാഹിബ് ബാങ്കർ ഇങ്ങനെ പോയിട്ട് പിന്നെ അങ്ങോട്ട് കയറ്റിയൊരു പോക്കുണ്ട്. BGM അടിപൊളിയായിരുന്നു. ഇൻ്റർവെലിന് ശേഷം നമ്മൾ കാണുന്നത് അഴിഞ്ഞാട്ടം ഓഫ് എ ആക്ടർ സൂര്യ. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടം, അതായത് ദൈവമായിട്ട് പല രീതിയിലുള്ള പാട്ടുകളൊക്കെ വെച്ച്, അതായത് ശരിക്കും സിനിമയിൽ ആവശ്യമൊന്നുമില്ല ഈ ഡാൻസ് കളിക്കണ്ടായി, ദൈവത്തിൻ്റെ ടൈപ്പ് പാട്ട് വെച്ചിട്ട് റഗ്ഡായിട്ടുള്ള കുറേ പാട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക. സൂര്യ ഇങ്ങനെ അഴിഞ്ഞാടാം. സിനിമയിൽ ആവശ്യമില്ലെങ്കിലും നമുക്കത് കാണുമ്പോൾ വല്ലാത്തൊരു ആവേശം. സോ ഞാൻ അതാ പറഞ്ഞത്, ഇതൊരു സിനിമയായിട്ട് കാണുമ്പോൾ നമുക്കിതിൽ അൺവാണ്ടഡായിട്ട് കുറേ സാധനം തോന്നും. അതൊരു ആഘോഷമായിട്ട്, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, സൂര്യ എന്ന നടനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ട് തന്നെ തോന്നും. ആ സെൻസിൽ മാത്രം സിനിമ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടും. അല്ലാണ്ട് ലോജിക്ക് വെച്ച് കണ്ട ഒരു തേങ്ങ ഇതിലില്ല. പക്ഷേ ആഘോഷിക്കാൻ വേണ്ടി പോകുമ്പോൾ വല്ലാത്ത കുറേ സംഭവമുണ്ട്. ക്ലൈമാക്സിലോട്ടൊക്കെ ആകുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഡയറക്ടർ RJ ബാലാജി നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു, അതായത് വില്ലനായിട്ട് നല്ല പ്രകടനം തന്നെയാണ് ചെയ്തത്. ഒരു കോമഡി വില്ലൻ, പക്ഷേ നല്ല രീതിക്ക് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളെ ഇമോഷൻസൊക്കെ നമുക്ക് നല്ല രീതിക്ക് കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ആളോട് ദേഷ്യം നമുക്ക് തോന്നുന്നുണ്ട് ചില ഭാഗത്ത്. സോ എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് ആണോ ഈ സിനിമ വെച്ചാൽ അല്ല, എന്നാൽ മോശമാണോ വെച്ചാൽ അതും അല്ല. ലൈക്ക് തിയേറ്ററിൽ മാത്രം പറ്റിയ ഒരു വെൽ ക്രാഫ്റ്റഡ് സിനിമ. അങ്ങനെയാണ് എനിക്ക് കറുപ്പ് തോന്നിയത്. സാഹിബ് ബാങ്കർ പുള്ളി കിടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാഹിബ് ബാങ്കർ കാരണം പല സീൻസ് ഞാൻ രോമാഞ്ചം അടിച്ചു പോയിട്ടുണ്ട്. ഇൻ്റർവെല്ലൊക്കെ ഒരു സാധനമുണ്ട്, ഇത് ഗംഭീരമായിരുന്നു. അതായത് ഇൻ്റർവെൽ വരെ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പോയ പടത്തെ ഇങ്ങനെ ആക്കിയത് സൂര്യൻ്റെ പെർഫോമൻസും അതേപോലെ ആ ഇതാണ് സാഹിബ് ബാങ്കറിൻ്റെ BGM. പിന്നെ GK വിഷ്ണുവിൻ്റെ സിനിമാറ്റോഗ്രഫി നല്ല പരിപാടി, നല്ല വിഷ്വൽസ് ആയിരുന്നു.
നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സിലൊക്കെ സൂര്യൻ്റെ ഒരു സംഭവമുണ്ട്. അത് സൂര്യ ആയതുകൊണ്ടാണ്. വേറെ ഒരാളാണെങ്കിൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷേ സൂര്യ അവിടെ പ്രകടനം കൊണ്ട് ഗംഭീരമൊക്കെയാണ്. അല്ലാണ്ട് അത് നമുക്ക് വലിയ എന്ന് വെച്ചാൽ അവരെ ആ ഒരു ദൈവം അതായിട്ട് നമുക്ക് കണക്ഷനില്ല. നമുക്ക് അതിൻ്റെ ചരിത്രമൊന്നും അറിയില്ല. പക്ഷേ സൂര്യ ആയതുകൊണ്ട് അവിടെ ഗംഭീരമായിട്ട് ശരിക്കും ആളുടെ ഉള്ളിൽ ദൈവം കയറി അങ്ങനെ ഒരു സംഭവമൊക്കെ തോന്നിപ്പോവും. നമുക്ക് കാന്താര കണ്ടപ്പോൾ ഒരു ഫീൽ തോന്നിയില്ലേ, അതൊക്കെ ആളുടെ അഭിനയത്തിൽ കാണിക്കാൻ സൂര്യക്ക് സാധിച്ചിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പോയി കാണാൻ പറ്റിയ സിനിമ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ മാജിക് ഫ്രെയിംസ് രാധ കാലിക്കറ്റ് അടിച്ചു നോക്ക്. അവിടെ 11:59 ഒരു ഷോൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതിൽ അതായത് സ്റ്റേജിൽ കയറി തുള്ളുക, അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഈ സിനിമ പോയി കാണണം. എന്നാൽ മാത്രമേ ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടും. അല്ലാണ്ട് OTTയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സിലൊക്കെ കയ്യും കെട്ടിയിരുന്ന് കാണാൻ പറ്റിയ സിനിമ അല്ല ഇത്. അങ്ങനത്തെ ഒരു സിനിമ അല്ല ഇത്. ഇതൊരു ആഘോഷം, കൈയടിച്ച് കൂക്കി വിളിച്ച് നല്ല അത്യാവശ്യം സ്റ്റോറിയൊക്കെ ഉള്ള നല്ല രീതിക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു പടം. പിന്നെ തൃഷ നല്ല കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സീനിൽ, ഗംഭീരമായിരുന്നത്. മൊത്തത്തിൽ നോ ലോജിക്, ഓൺലി എൻ്റർടൈൻമെൻറ്റ്, പക്കാ മാസ്, ഭക്തി മാസ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം എല്ലാവരും കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം. ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം, ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരുടെ പല പോസ്റ്റിലും തെറി വിളിക്കുന്നൊരു പ്രവണത ഞാൻ കണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാനിവിടെ റിവ്യൂ പറയാം, അല്ലെങ്കിൽ ഏതൊരു റിവ്യൂവർ ഇവിടെ റിവ്യൂ പറയുകയാണെങ്കിൽ അവർ പറയുന്ന അവരുടെ അഭിപ്രായമാണ്. സോ അവരുടെ അഭിപ്രായം പറയാൻ ഇവിടെ സ്വാതന്ത്ര്യം വേണം. അതിൽ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. സോ അതായത് ഞാനിപ്പോൾ നല്ല സിനിമ കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൽ എന്നോട് ദേഷ്യപ്പെട്ട കാര്യമില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ പറയുന്ന എൻ്റെ അഭിപ്രായമാണ്. സോ നിങ്ങൾ ഒരു സിനിമ നല്ലതാണോ മോശമാണോ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടാണ്. അത് ഞങ്ങളെപ്പോലുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ളവരോ ആരും പറഞ്ഞിട്ടല്ല. ബിക്കോസ് എവരിവൺ ഹാസ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇപ്പം ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് ഞാൻ ഗംഭീരം എന്ന് പറഞ്ഞല്ലോ, എൻ്റെ അച്ഛന് അത്ര ഗംഭീരമായിട്ട് അതിലെ പാട്ടുകൾ തോന്നില്ല. സോ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അത് അതിനനുസരിച്ച് എനിക്ക് ഈ സിനിമ വർക്കാവും. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. ഒരു ഹൗസ്ഫുൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതും മൾട്ടിപ്ലക്സിലൊന്നും പോയി കാണാതിരിക്കുക. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, കൈയടിച്ച് കൂക്കി വിളിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ അവസാനത്തെ റിവ്യൂ ആണ്, അവസാനത്തെ അല്ല, ഇതും ദൃശ്യവും പിന്നെ ഞാൻ കണ്ടൊരു നാടകത്തിൻ്റെ റിവ്യൂവും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ ഇനി അധികം വീഡിയോ ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ പുതിയ സംഭവങ്ങളിലോട്ട് കിടക്കാൻ പോവാണ്. മെയ് 30 ആകുമ്പോഴത്തേക്ക് പുതിയ കളികളായിട്ട് ഞാൻ പുതിയ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇങ്ങനെ എന്നാൽ എവിടെ എത്താൻ പോകുന്നില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഞാനിപ്പം ഈ റിവ്യൂവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ദയവായി പറയണം. കണ്ടിട്ട് വെറുതെ ലവ് ചിഹ്നവും ഫയർ ചിഹ്നമല്ല, തെറ്റ് തോന്നിയാൽ തെറ്റും നല്ല തോന്നിയാൽ നല്ലതും പറയാം. നിങ്ങളെ അഭിപ്രായമാണ് എനിക്ക് നല്ല നല്ല ഇത് കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോൾ സുഖമല്ലേ?